എന്തു മടിയല്ലേ ജിമ്മിൽ പോകാനായിട്ട്. വയറ് നിറച്ച് നമുക്ക് ആവശ്യമുള്ള എല്ലാ ഭക്ഷണവും, നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ഭക്ഷണവും കഴിക്കാനും പറ്റണം. എന്നാൽ ഇങ്ങനെ സ്ലിം ബ്യൂട്ടി ആയിട്ടിരിക്കാൻ വേണം. എന്ത് രസമായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ലൈഫ് കളറായിരിക്കും. ചില ആൾക്കാർ ഈ തടി, വയറ്, കുടവണ്ടി എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ഈ ടെൻഷൻ കയറിയിട്ട് ജിമ്മ് കഴിക്കാനും തോന്നത്തില്ല. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ഇഷ്ടമുള്ള എല്ലാം കഴിക്കണം കേട്ടോ. ആരിനി എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ലൈഫ്, നമ്മളെ ബോഡി എങ്ങനെ ആയിക്കോട്ടെ. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതും നമ്മൾ ഡയറ്റ് എടുക്കുന്നതും ഒക്കെ നമുക്ക് വേണ്ടി മാത്രമായിരിക്കും. വേറൊരാൾക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മോട്ടിവേഷൻ ഇന്നിപ്പോൾ എൻ്റെ വയറ് കണ്ടപ്പം എനിക്ക് തനിയെ മോട്ടിവേഷൻ ഉണ്ടായി. കാരണം ഏകദേശം ഒരു 5-6 മാസം ആയതുപോലെ ഉണ്ട്. പാപ്പ നിന്നിട്ടാണെങ്കിൽ അപ്പം നമ്മൾ ഇന്ന് മുതൽ ജിമ്മിൽ പോകും. കമോൺ, ഗെറ്റ് റെഡി വിത്ത് മീ. നല്ല മടിയുണ്ട് കേട്ടോ. ഇത് ഓഫാക്കാൻ മറന്നുപോയി. ഓക്കെ, ശരി. ജിമ്മിൽ പോകുമ്പോൾ ഇത്രയൊക്കെ മേക്കപ്പിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് ഗൈസ്. കാരണം ചെറുക്കന്മാരെല്ലാം ഇപ്പോൾ ജിമ്മിലാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കുറച്ചൊന്ന് ഒരുങ്ങിയിട്ടൊക്കെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇവിടെ ഒരു സിറോ ആട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. മെഡിക്യൂബ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ സിറോ ആണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ യൂറിസിൻ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഞാൻ സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ സൺ പ്രൊട്ടക്ഷൻ ഇടുമ്പോൾ തന്നെ നമ്മളെ ഫേസിന് ഭയങ്കര ഗ്ലോ കിട്ടും. മേ ബി ഈ ബ്രാൻഡിൻ്റെ പ്രത്യേകതയായിരിക്കും, അതെനിക്കറിയില്ല. പിന്നെ ഞാനിവിടെ ഐബ്രോസിൽ ഒരുപാട് ഡാർക്ക് അല്ലാത്തൊരു ബ്രൗൺ കളർ പെൻസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ കൺസീലർ വെച്ചിട്ട് ഞാൻ ലൈറ്റായിട്ട് എൻ്റെ ആ ഒരു ഡാർക്ക് സ്പോട്ടൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പുട്ടി നമ്മൾ ഇടത്തില്ല കേട്ടോ. പുട്ടി ഇട്ട് കഴിഞ്ഞാൽ അവിടെ ചെന്ന് വിയർക്കുമ്പോഴത്തേക്ക് ഇത് ഫുള്ള് പുറത്തേക്ക് വരും ഗൈസ്. നമ്മൾ പുട്ടി അടിച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ഡിയാൽബേൻ്റെ ഫസ്റ്റ് സ്പ്രേ സിറോ ഉണ്ടല്ലോ, അത് നമ്മൾ സ്പ്രേ ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിയർക്കുന്ന സമയത്ത് നമ്മുടെ ഫേസൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്ലവളാ എന്ന് പറഞ്ഞ് തിളങ്ങും കേട്ടോ. പിന്നെ ഫ്ലോമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ആക്ച്വലി ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇട്ടിട്ടുണ്ട്, ഇല്ലേന്ന് വെച്ചാൽ ഇല്ല. അങ്ങനത്തെ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. പെർഫ്യൂം നല്ലപോലെ അടിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ചൂടാണല്ലോ, അവിടെ ചെന്ന് വിയർത്ത് കൊട്ടാനുള്ളതല്ലേ. അതുപോലെ തന്നെ ഞാൻ വീടിൻ്റെ അകത്ത് നിന്നിട്ടാണ് ഇപ്പോൾ ഈ മേക്കപ്പും ഫുള്ള് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ജിമ്മിലേക്ക് പോകുന്നതിന് മുമ്പ് വെളിയിൽ ഇറങ്ങിയിട്ട് മേക്കപ്പ് ഓവറാണോ എന്ന് നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്ത ശേഷം മാത്രമേ ഞാൻ പോത്തുള്ളൂ കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവരെല്ലാം കളിയാക്കും. പിന്നെ ഈ ഒരു വാച്ച് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത്രയുള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.